മുസ്ലിമും തുർമുദിയും റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ പറയുന്നു, അബൂഹുറൈറയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, സ്വർഗത്തെ സംബന്ധിച്ച് സ്വർഗാവകാശികൾ അള്ളാഹുവിനെ കാണുന്ന ഒരു രംഗമുണ്ട്. സ്വർഗാവകാശികൾക്ക് ഒരു ഉദ്യാനത്തിലേക്ക് പ്രവേശനം ലഭിക്കും. ആ സമയത്ത് അവിടെ വെച്ച് അവർ അള്ളാഹുവിനെ കാണുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിലെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിച്ചപ്പോൾ അബൂഹുറൈറയ്ക്ക് ആശ്ചര്യമായി. അബൂഹുറൈറ ചോദിച്ചു, നബിയെ, ശരിക്കും അള്ളാഹുവിനെ കാണുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറഞ്ഞു, അതേ, അള്ളാഹുവിനെ കാണും. എത്രത്തോളം എന്നറിയോ? തെളിഞ്ഞ മേഘത്തിൽ പൂർണ്ണചന്ദ്രൻ കത്തിജ്വലിക്കുന്നത് പോലെ അതിനേക്കാളും വ്യക്തമായിട്ട് അള്ളാഹുവിനെ കാണുകയും അള്ളാഹുവുമായിട്ട് അവർ സംഭാഷണം നടത്തുകയും ചെയ്യും. അവരിൽ നിന്നൊരാളോട് ചോദിക്കും അള്ളാഹു, നീ ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്നാലിന്ന തെറ്റ് ചെയ്തില്ലേ? അപ്പോൾ ആ അടിമ പറയും, അതേ റബ്ബേ, എനിക്ക് നിന്റെ മഹ്ദ് ഫദ്ലായ ആ കാരുണ്യം കൊണ്ട് എനിക്ക് നീ അത് പുറത്തു തന്നില്ലേ? അതേ, നിനക്ക് ഞാൻ പുറത്തു തന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നീ സ്വർഗത്തിൽ എത്തിപ്പെട്ടത്. അല്ലെങ്കിൽ നീ ഇന്ന് എന്നെ കാണുകയോ ഈ സ്വർഗത്തിലേക്ക് എത്തുകയോ ചെയ്യുകയില്ല എന്ന് അല്ലാഹു തആല അവനോട് തന്നെ പറയുന്നു. അങ്ങനെ ഓരോരുത്തരും അള്ളാഹുവിനോട് ഓരോ സംഭാഷണങ്ങൾ നടത്തും. ആ സംഭാഷണത്തിന് ശേഷം പിന്നെ അവരോട് അള്ളാഹു പറയും, സ്വർഗാവകാശികളെ, നിങ്ങൾ ഈ സ്വർഗത്തിൽ നിന്ന് ഇഷ്ടമുള്ളത് നിങ്ങൾ എടുക്കുക. നിങ്ങൾ ഈ സ്വർഗത്തിൽ ഇങ്ങനെ വസിച്ചോളിയും, നിങ്ങൾ സ്വർഗത്തിൽ ഇങ്ങനെ യാത്രയായിക്കൊണ്ടിരുന്നോളിയും എന്ന് അങ്ങനെ അള്ളാഹു തആല അവർക്ക് അനുമതി നൽകുമ്പോൾ അവരാ സ്വർഗത്തിൽ പിന്നെ അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ആ സ്വർഗത്തിൻ്റെ സന്തോഷങ്ങളും ആ സ്വർഗത്തിലെ അനുഗ്രഹങ്ങളൊക്കെ അങ്ങനെ അനുഭവിച്ച് ആസ്വദിച്ച് ഒരു ദുഃഖങ്ങളോ ഒരു കലശലോ ഒരു വേദനയോ ഒരു വിഷമമോ ഒന്നുമില്ലാതെ ഒരൊറ്റ ശ്രദ്ധയിൽ സന്തോഷം മാത്രം ആ സന്തോഷത്തിൽ അവരിങ്ങനെ യാത്രയായിക്കൊണ്ടിരിക്കുമ്പോൾ അതാ കാണുന്നു ഒരു കൂട്ടം മലക്കുകൾ ഇങ്ങനെ, ഒരുപാട് മലക്കുകൾ ഇങ്ങനെ കൂടി കൂട്ടമായിട്ട് നമ്മുടെ നാട്ടിൽ ചന്ത കണ്ടതുപോലെ അല്ലെങ്കിൽ വലിയ സമ്മേളനങ്ങൾ കണ്ടതുപോലെ ഒരുപാട് മലക്കുകളും മനുഷ്യരും അവിടെ അതങ്ങനെ കൂടി നിൽക്കുന്നു. ആ സ്ഥലത്തേക്ക് ഇവരങ്ങോട്ട് സ്വർഗാവകാശികളും ചെല്ലുകയാണ്. ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരിക്കലും കാണാത്ത വസ്തുക്കൾ, അവിടെ കണ്ണിന് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അഴകുള്ള വസ്തുക്കൾ പലതും, എണ്ണിയാൽ തീരാത്ത അത്രയും വസ്തുക്കൾ അവിടെയുണ്ട്. എന്നാൽ അത് ചന്ത പോലെയാണ്, നാട്ടിൽ കണ്ട ചന്ത പോലെയാണെങ്കിലും അവിടെ ക്രിയവിക്രിയങ്ങളില്ല, വിൽക്കലും വാങ്ങലുമില്ല, കാണലും എടുക്കലും മാത്രമേ ഉള്ളൂ. അതങ്ങനെ അപ്പോൾ സന്തോഷത്തിൻ്റെ മേലെ വീണ്ടും സന്തോഷം. കാലങ്ങളിങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. സ്വർഗത്തിലെ ആ വാസങ്ങളിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. സ്വർഗാവകാശികൾ വീണ്ടും സ്വർഗത്തിലൂടെ ഇങ്ങനെ യാത്രയായിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ ആയിരം വർഷങ്ങൾ കഴിഞ്ഞാലും അവരാ യാത്ര ഇങ്ങനെ തുടരുമ്പോൾ പുതിയ അത്ഭുതങ്ങൾ അവർക്ക് കാണുന്നു, അവർ ദർശിക്കുന്നു. അവരതങ്ങനെ സന്തോഷത്തിൽ അവരങ്ങനെ ആറാടുകയാണ്. അങ്ങനെ ആ ചന്തയിൽ നിന്ന് അവർ ഇഷ്ടമുള്ളതെടുത്ത് അവരുടെ ഭവനങ്ങളിലേക്ക് അവർ യാത്രയാകുമ്പോൾ അതാ കാണുന്നു, എന്തോ ഒരു സന്തോഷമാണത്. അത് വല്ലാത്ത ഒരു സന്തോഷമാണ്. ആ സന്തോഷം എന്താണെന്നറിയോ? പ്രിയപ്പെട്ട ഭാര്യ ഭൂമിയിൽ നിന്ന് മരിച്ചുപോയി. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അവളോട് ജീവിച്ച് ഭൂതി തീർക്കുന്നതിന് മുമ്പ് മരിച്ചുപോയി. തൻ്റെ പ്രിയപ്പെട്ട മാതാവുമായിട്ട് ജീവിച്ച് പൂതി തീരുന്നതിന് മുമ്പ് മകൻ മരിച്ചുപോയി, മകൾ മരിച്ചുപോയി. അങ്ങനത്തെ ആ മരിച്ചുപോയി സ്വർഗത്തിലെത്തിയ ആ മക്കളെയും സന്താനങ്ങളെയും ഭാര്യമാരെയും പരസ്പരം കാണുമ്പോൾ അവർ വിളിക്കുന്നു, എൻ്റെ പ്രിയനെ, ഇങ്ങോട്ട് വാ, നീ എന്താണ് ഇത്രയും ഭംഗി വെച്ചിരിക്കുന്നത്? അപ്പോൾ അവൻ മറുപടി പറയുന്നു, ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ നിന്നാണ് വരുന്നത്. എൻ്റെ റബ്ബിനെ കണ്ടപ്പോൾ എൻ്റെ രൂപം സകലം മാറിയിരിക്കുന്നു എന്നവൻ പറയുന്നു. അതുപോലെ തന്നെ അവളും പറയുന്നു. അവിടെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലല്ലോ. കാഴ്ചക്കൊന്നും യാതൊരു കുഴപ്പവുമില്ല. കാഴ്ച നമ്മൾ സ്വപ്നത്തിൽ കാണുന്ന കണ്ണിൻ്റെ കാഴ്ച,
സ്വപ്നത്തിൽ നമുക്ക് കണ്ണിന് കാഴ്ചയ്ക്ക് ശക്തി കൂടുതലാണ്. കുരുടനും സ്വപ്നം കാണാറുണ്ട്, ജീവിച്ചിരിക്കുന്നവനും സ്വപ്നം കാണാറുണ്ട്, മരിച്ചവനും സ്വപ്നത്തിൽ കാഴ്ചയുണ്ട്, അതുപോലെ തന്നെ മരണമടഞ്ഞവനും സ്വപ്നത്തിൽ കാഴ്ചയുണ്ട്. സ്വപ്നത്തിലെ കാഴ്ച എന്ന് പറയുന്നത് അത് ആത്മാവിൻ്റെ കണ്ണാണ് മക്കളെ. ആ കണ്ണുകൊണ്ടാണ് നമ്മൾ കാണുന്നത്. അതിന് യാതൊരു തടസ്സവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ആത്മാവിൻ്റെ കണ്ണിൻ്റെ കാഴ്ചക്കുണ്ടല്ലോ, അതിനൊരു തടസ്സവുമില്ല. ജീവിതകാലത്ത് നിങ്ങൾ ഒരുപാട് സന്തോഷമുള്ള സ്വപ്നങ്ങൾ കണ്ടിട്ടില്ലേ? അത് അന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് തടസ്സമായിട്ട് വന്നിട്ടുണ്ടോ? നിങ്ങളെ വീടുകളിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഒരിക്കലും ജീവിച്ച് കാണാൻ പറ്റാത്ത അറേബ്യയും വിദേശ രാജ്യങ്ങളൊക്കെ നിങ്ങൾ ഒരൊറ്റ ഇരിപ്പിൽ കണ്ടിട്ടില്ലേ? അപ്പോൾ അതാണ് സ്വർഗത്തിലെ അവസ്ഥ. അപ്പോൾ സ്വർഗത്തിൽ വെച്ച് കാഴ്ചക്കൊന്നും ഒരു തടസ്സവും ഉണ്ടാവില്ല. അങ്ങനെ പ്രിയപ്പെട്ടവരെയും കാണാനുള്ള അവസരം ലഭിക്കുകയും അവരെ സ്വന്തമാക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ആഗ്രഹിക്കുന്നു, എനിക്ക് പടച്ചോനെ ആ വരുന്ന ആളുടെ സൗന്ദര്യം എനിക്ക് കിട്ടിയാൽ തരക്കേടുണ്ടായിരുന്നില്ല എന്നാഗ്രഹിച്ചാൽ അതേപോലെ നിൻ്റെ സൗന്ദര്യം മാറ്റിത്തരുന്നു. നിനക്ക് അപ്പോൾ തന്നെ ആ സൗന്ദര്യം നിനക്കും വരുന്നു, നിനക്കാഗ്രഹമുള്ളത്. സ്ത്രീയും പുരുഷനും ഉണ്ടാകും സ്വർഗത്തിൽ. സ്ത്രീയുമുണ്ട് പുരുഷനുമുണ്ട്, ആസ്വാദനവുമുണ്ട് അലങ്കാരവുമുണ്ട്, ആഗ്രഹങ്ങളുമുണ്ട്, എല്ലാമുണ്ട്, ഒന്നും ഇല്ലാത്തതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെയും മറ്റൊരിക്കൽ അരുളി, സ്വർഗത്തിൽ ഒരു ചന്തയുണ്ട്, അവിടെ ക്രിയവിക്രിയങ്ങളില്ല, സ്ത്രീ പുരുഷന്മാരുടെ രൂപങ്ങളെ ഉള്ളൂ. വല്ല രൂപവും ഇഷ്ടപ്പെട്ടാൽ അതവൻ അല്ലെങ്കിൽ അവൾ ആവാഹിച്ചെടുക്കും. എന്ന് വെച്ചാൽ ആ ഭംഗി എനിക്ക് വേണമെന്ന് വിചാരിച്ചാൽ മതി, അപ്പോഴത്തെ ഇങ്ങോട്ട് വരും. ഈ വിചാരിക്കുമുണ്ടാവുന്ന അവസ്ഥ നമ്മൾ ദുനിയാവിൽ ഏതാ കണ്ടിട്ടുള്ളത്? മാജിക്ക്. ഈ മാജിക്കൊക്കെ കണ്ടാലില്ലേ, മജീഷ്യൻ ഇങ്ങനെ അതുകൊണ്ട് വിചാരിക്കുമ്പോൾ മജീഷ്യൻ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കി കാണിക്കും. അതേമാതിരി ഇങ്ങനെ ആവാഹിക്കും. എന്ന് വെച്ചാൽ നമ്മളുണ്ട് ആഗ്രഹിച്ചത് അതേമാതിരി കൊണ്ട് വന്ന് ചേരും നമുക്ക്. ആ രൂപം എനിക്ക് കിട്ടിയ ആ രൂപം ആയി. ഇങ്ങനത്തെ അവസ്ഥകൾ സ്വർഗത്തിൽ ഇനിയുമുണ്ട്. സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഒരുപാട് പറയാൻ. തൽക്കാലം ഇവിടെ നിർത്തട്ടെ. ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.